സ്വർണ്ണ കൊയ്ത്തുത്സവം 2024 പ്രമാണിച്ച് കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ. 1-ാം സമ്മാനം 2 പവൻ സ്വർണം, 2-ാം സമ്മാനം 1 പവൻ സ്വർണം, 3-ാം സമ്മാനം 1/2 പവൻ സ്വർണം. പാക്കിറത്ത് ജുവല്ലേഴ്സ്, പൂക്കോട്ടുംപാടം. വയനാട് ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അമരമ്പലം പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. TV ഇബ്രാഹിം MLA ഉദ്ഘാടനം ചെയ്തു. അമരമ്പലം പഞ്ചായത്ത് UDF ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചു. ഇസ്മായിൽ മൂത്തേടം എന്നോട് പറഞ്ഞു 2 ദിവസത്തിൽ 23, 24 തീയതികളിൽ ഒന്ന് നിലമ്പൂരിൽ വരണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 24-ന് നമ്മുടെ സ്ഥാനാർത്ഥി E.T. മുഹമ്മദ് മണ്ഡലത്തിലുള്ള ദിവസമാണ്, 24-ന് വരാം എന്ന് പറഞ്ഞു. വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തിനാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത്. എല്ലാ നേതാക്കന്മാരും DCC പ്രസിഡന്റുണ്ട്, KPCC സെക്രട്ടറി ഉണ്ട്. ഇസ്മായിൽ മൂത്തേടെ നമുക്ക് MLAക്ക് പകരം വെക്കാനുള്ള വ്യക്തിത്വമായി ഇസ്മായിൽ ഒരു വികസന നായകനായി നിലമ്പൂരിൽ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇസ്മായിൽ മൂത്തേടമുണ്ട്. CH ഇക്ബാൽ, എല്ലാ നേതാക്കന്മാരും അണിനിരന്നിരിക്കുന്ന ഒരു സാന്നിധ്യം ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തിനു വരണം എന്ന് ഞാനും നേരത്തെയും ആലോചിച്ചു. പക്ഷെ ഒറ്റ കാര്യമുണ്ടാവും, ഈ രാജ്യത്തോട് ചെയ്തു തീർക്കേണ്ട ഒരു ധർമ്മം ഈ രാജ്യത്തിലെ എല്ലാ മതേതര വിശ്വാസികൾക്കും എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് ഇന്ത്യയെ നയിക്കാൻ കെൽപ്പുള്ള, പ്രാപ്തിയുള്ള, നിർഭയനായി, നിഷ്കളങ്കനായി, നിഷ്കാമകർമ്മിയായി, അത് അടിവരയിട്ട് പറയുക, നിഷ്കാമകർമ്മിയായി ഒരു ഏകാന്ത പഥികൻ നടന്നു നീങ്ങുന്നുണ്ട്. അത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഒരു വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി അമരമ്പലം വരെ മണിക്കൂറുകൾ താണ്ടി പോയാലും അതെൻ്റെ ഒരു രാജ്യധർമ്മമാണ്, എന്ന് ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ എല്ലാ നേതാക്കന്മാരും എന്നെക്കാളേറെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കെൽപ്പുള്ളവരാണ്, പ്രാപ്തിയുള്ളവരാണ്, അതുപോലെ തന്നെ പ്രാഗൽഭ്യമുള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവർ പറയും. ഞാൻ ഒറ്റ കാര്യമേ പറയുള്ളൂ, വയനാട്ടുകാർ, നമ്മൾ കേരളക്കാർ ഭാഗ്യവാന്മാരാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വെറുതെ പറഞ്ഞതല്ല. ഇന്ത്യയിൽ സാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവുണ്ടെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത് അവസാന തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് TV ഇബ്രാഹിം MLA പറഞ്ഞു. അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. NCPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കടന്നുവന്ന NCP ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന അനിൽ വെള്ളോലി, NCP പൊട്ടിക്കൽ വാർഡ് പ്രസിഡന്റായിരുന്ന ഹംസ അലിക്കപ്പറമ്പിൽ എന്നിവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. DCC പ്രസിഡന്റ് VS ജോയ്, KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത്, UDF ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, NA കരീം, VC ബേബി, കേമ്പിൽ രവി, സലാം ചിനക്കൽ, രാഹുൽ തൾപ്പാറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. Real fruit power, real juices from Dabur.